കേരളത്തിൽ വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശവും നിയമസഭയും, ഒരുക്കങ്ങളിൽ ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ പലർക്കും അതിന് പ്രകടമായ ഉത്തരം നൽകാൻ കഴിയില്ല. CPM നയിക്കുന്ന LDF അണിയറയിൽ വലിയ ഒരുക്കമാണ്. അവരുടെ തന്ത്രങ്ങൾ അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് വരില്ല. ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നല്ലോ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ കോവിഡ് ടൈമിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വൻ സന്നാഹമായിരുന്നു അവർ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അവർക്കറിയാം കാര്യങ്ങൾ എങ്ങനെ നീക്കിക്കൊണ്ടുപോകണം. പിന്നെ ഒരിക്കലും എങ്ങും എത്താതെ അവർ കലഹിച്ചും അവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ നേടിപ്പോകുന്നത് കോൺഗ്രസ്സുകാരന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസ് ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നുമില്ല. കേരളത്തിൽ മൂന്നാമത് ഒരു മുന്നണി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, BJP നയിക്കുന്ന NDA മുന്നണി. BJP ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തന്ത്രങ്ങളാണ് മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് ഒരു പാർട്ടികൾക്കും ഇല്ലാത്ത ഒരു രീതിയായിരുന്നു BJP അവലംബിച്ചത്. അവർക്ക് ജയസാധ്യത ഉറപ്പായിട്ടുള്ള മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളാക്കി തിരിച്ചു. അതിന് തൊട്ട് താഴെ വരുന്നത് B ക്ലാസ്, C ക്ലാസ്, ഇങ്ങനെ തിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലബാർ മേഖലയിലെ ഒരു പാർലമെന്റ് മണ്ഡലവും അവർക്ക് A ക്ലാസ് കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മുസ്ലിം ലീഗ് ഒരിക്കലും BJP നയിക്കുന്ന NDA മുന്നണിയിലേക്ക് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വന്നിരിക്കും. അത്തരത്തിലൊരു രാഷ്ട്രീയ സമവാക്യം കേരളത്തിൽ രൂപം കൊള്ളും. അത് വേറൊരു കാര്യം. അപ്പോൾ ഇവിടെ BJPയുടെ A ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ തിരുവനന്തപുരം A ക്ലാസ് മണ്ഡലമായിരുന്നു, തൃശ്ശൂർ A ക്ലാസ് മണ്ഡലമായിരുന്നു, തൃശ്ശൂരിൽ വിജയിച്ചു. അപ്പോൾ A ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്ത് വിജയം എത്തിയില്ലെങ്കിലും വിജയത്തോടെ കയ്യെത്തും ദൂരത്തിൽ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ വളരെ വിജയത്തോടടുത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവര് നിയമസഭയിലും എത്ര സീറ്റ് വരെ ജയസാധ്യത ഉറപ്പാക്കുകയും രണ്ടാം സ്ഥാനത്ത് എത്ര സീറ്റ് നിൽക്കുന്നു എന്ന് കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ആ മണ്ഡലങ്ങളെയും അങ്ങനെ തിരിക്കുന്നു. ഇനി ആ ലോക്സഭാ മണ്ഡലങ്ങളിൽ തന്നെ വരുന്ന വാർഡുകളിലേക്ക് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വാർഡുകളെയും A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് ഇങ്ങനെ തിരിക്കുന്നുണ്ട്. അത് വളരെ ഇതുവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാത്ത ഒരു തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖർ ആവിഷ്കരിക്കുന്നത്. ഇത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനാകുന്ന നാൾ മുതൽ തന്നെ പുതിയ ചില ചുവടുവയ്പ്പുകളും വിജയ നീക്കങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പില് 5 കാറ്റഗറികളായിട്ട് തിരിക്കാൻ പോവുകയാണ്. വാർഡുകളെ 5 കാറ്റഗറികളായിട്ട്. അതായത് ലോക്സഭയിലെ ലീഡ് ചെയ്തിട്ടുള്ള വാർഡുകൾ തിരിക്കുകയാണ്. അങ്ങനെ എന്നിട്ട് മുതിർന്ന നേതാക്കന്മാർക്ക് അതിൻ്റെ ചുമതലയും നൽകിയിരിക്കുകയാണ്. ഇത്ര വാർഡുകൾ, അതായത് കാറ്റഗറി 1 തന്നെ അതിൻ്റെ ഒരു മൊത്തം ചുമതല ഒരാൾക്ക് നൽകും, മുതിർന്ന നേതാവിന് നൽകും. അപ്പം ഈ കാറ്റഗറി 1 വരുന്ന 5000 വാർഡുകൾ എന്ന് പറയുന്നത് അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന വാർഡുകൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. ഇത് മുതിർന്ന നേതാവായ MT രമേശിനാണ് നൽകിയിരിക്കുന്നത്. കാറ്റഗറി 2 വരുന്നത്, കാറ്റഗറി 2 ഏത് വാർഡിൽ ഇതിലായാലും RSSന്റെ സംഘടനാ ശക്തി നല്ലപോലെ ഉപയോഗിക്കാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നേമം നിയോജക മണ്ഡലത്തിൽ തന്നെ BJPക്ക് വലിയ മുന്നേറ്റം കുറിച്ച ഇടമാണ്. നേമം മണ്ഡലത്തിൽ RSSന് ധാരാളം കാര്യാലയങ്ങളും മറ്റുമുണ്ട്. അങ്ങനെ RSS ബന്ധം അവിടെ താഴെ തട്ടിലേക്ക് എത്തിക്കുക,
RSSന്റെ പ്രവർത്തനങ്ങളിലൂടെ താഴെത്തട്ടിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുക എന്നുള്ളതാണ്. കാറ്റഗറി 2ലും ഇതുപോലെ വാർഡുകളെ മാറ്റിക്കൊണ്ട് അതിൻ്റെ മൊത്തം ചുമതല അഡ്വക്കേറ്റ് S. സുരേഷിനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ കാറ്റഗറി 3ൽ വരുന്നത് കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്നത്. അങ്ങനെയും കൂടിയാണ് ഇവർ തിരിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ CPMകാരായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്, തൊട്ടു പിന്നാലെയാണ് BJP നിൽക്കുന്നത്. ചിലയിടങ്ങളിൽ കോൺഗ്രസുമായിട്ടായിരിക്കും പ്രധാന മത്സരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് വാർഡുകളിൽ കോൺഗ്രസുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നു. ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആഞ്ഞ് പ്രവർത്തിച്ചാൽ കോൺഗ്രസിൽ നിന്ന് ആ വാർഡ് പിടിക്കാം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അതും തന്നെ ഓരോ 5000 മണ്ഡലം അങ്ങനെ വാർഡുകൾ അങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ആ വാർഡുകളുടെ ചുമതല കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ആ വാർഡുകളുടെ ചുമതല നൽകിയിരിക്കുന്നത് അനൂപ് ആന്റണിക്കാണ്. അനൂപ് ആന്റണി ദേശീയ തലത്തിലും കേരള തലത്തിലും വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവിടെ മാത്യു ടി തോമസ് ആണ് CPMന്റെ LDFന്റെ സ്ഥാനാർത്ഥി. അവിടെ അനൂപ് ആന്റണിക്ക് വലിയ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. ആ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനൂപ് ആന്റണിക്ക് ഈ കാറ്റഗറി 3ന്റെ ചുമതല നൽകിയിരിക്കുകയാണ്. കാറ്റഗറി 4 വന്നിട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള വാർഡുകളിലേക്ക് പോവുകയാണ്. കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന വാർഡുകൾ പോലെ തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിയുന്ന വാർഡുകളും BJPക്ക് ഉണ്ട്. ഇടതുപക്ഷത്തിനോടൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ BJPക്ക് പെട്ടെന്ന് നേടിയെടുക്കാവുന്ന ഒന്നാണ്. കാരണം ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് പാർട്ടി ശുഷ്കമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ ദുർബലമായിരിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ CPMുമായിട്ടാണ് മത്സരം. അതുപോലെ കേരളത്തിലെ പല വാർഡുകളിലും CPMുമായിട്ട് മത്സരം നേരിട്ട് നടക്കുന്നുണ്ട്, പ്രത്യേക ഇടതുപക്ഷവുമായിട്ട്. അങ്ങനെ ഉള്ള വാർഡുകളെ കാറ്റഗറി 4ൽ നിർത്തിയിട്ടുണ്ട്. ആ കാറ്റഗറി 4ന്റെ ചുമതല നൽകിയിരിക്കുന്നത് KK അനീഷ് കുമാറിനാണ്. കാറ്റഗറി 5ൽ വന്നിട്ട് അത് ആണ് മറ്റൊരു തരത്തിൽ പ്രത്യേകതയുള്ളത്. ഈ ഒരു ക്രൈസ്തവ മുഖങ്ങൾ BJPയിൽ ധാരാളമുണ്ട്. ആ ക്രൈസ്തവ മുഖങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ചു കൊണ്ട് പോവുക എന്നുള്ളതും ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതും BJPക്ക് ഒരു നിർണായക കാര്യമാണ്. അതൊരു നിർണായക ശക്തിയാക്കി മാറ്റുകയാണ്. അതിനുവേണ്ടി ഒരു 5000 വാർഡുകൾ, ക്രിസ്ത്യൻ ന്യൂനപക്ഷം കൂടുതലുള്ള വാർഡുകൾ 5000, ആ വാർഡുകളുടെ മുഴുവൻ ചുമതലയും നൽകിയിരിക്കുന്നത് ഷോൺ ജോർജിനാണ്. BJPയിലെ ക്രൈസ്തവ മുഖമാണ് ഷോൺ ജോർജും അനൂപ് ആന്റണിയും, അതുപോലെ തന്നെ PC ജോർജും ജേക്കബ് തോമസും അൽഫോൻസ് കണ്ണന്താനവും, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു നിരയുണ്ട്. അവരെ മുഴുവൻ തന്നെ ഈ ന്യൂനപക്ഷ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അണിനിരത്തും എന്നുള്ളതും ഉറപ്പാണ്. അതിൻ്റെ ഭാഗമാണ് കാറ്റഗറി 3 അനൂപ് ആന്റണിക്ക് നൽകിയിരിക്കുന്നു. കാറ്റഗറി 5 വന്നിട്ട് ഷോൺ ജോർജിനും നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ മികച്ച ഒരു തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.